നമസ്കാരം. നമ്മളൊരു ജോലിക്ക് വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുശേഷം ടെക്നിക്കൽ ക്വാളിഫിക്കേഷനൊക്കെ എടുത്ത് പിന്നെ ഇപ്പോൾ ജോബ് ഓറിയൻറ്റഡ് കോഴ്സും ഒക്കെ കഴിഞ്ഞ് മിടുക്കരായി പഠിച്ച് റാങ്ക് വാങ്ങി ജയിച്ചാൽ പോലും പിന്നെ മത്സര പരീക്ഷ, പിന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ 100 കൂട്ടം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കൾ ജോലി തേടുന്നത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആ വഴിയിലൂടെയൊക്കെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് പക്ഷേ ഇതൊന്നും ചെയ്യാതെ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും. അതും കൂടാതെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പിന്നെ ട്രേഡ് യൂണിയൻ, അതിന് സമരം, ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് സമരം. നമുക്കറിയാം, ആശാ വർക്കർമാർ ദിവസങ്ങളോളമായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ മഴ നനഞ്ഞ് കിടക്കുകയാണ്, വെയിൽ കൊണ്ട് കിടക്കുകയാണ്, നിരാഹാരം കിടക്കുകയാണ്. ചോദിക്കാൻ പറയാൻ ഒരാളുമില്ല. അവരുടെ മുമ്പിൽ കൂടി അവരുടെ നികുതി മേടിച്ച് പോകുന്ന മന്ത്രിമാർ തേരാപ്പാര പോകുന്നുണ്ട് താനും. എന്തെങ്ങനെ പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 1954 നമ്മുടെ പാർലമെൻറ്റിലെ എം പിമാർക്ക് എന്തെങ്കിലും ഒരു വേതനം കൊടുക്കണമെന്ന് തീരുമാനിക്കുക എന്നത് 400 രൂപയായിട്ട് നിജപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഏതാണ്ട് 31 വർഷങ്ങൾക്ക് ശേഷം എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. അത് 1000 രൂപയാക്കി, 400 1000 ആക്കി. അതിനുശേഷം 2001 അന്നത്തെ BJP സർക്കാർ വീണ്ടും 16 വർഷത്തിന് ശേഷം അതിനകത്ത് 20% വർദ്ധിപ്പിച്ച് 12000 ആക്കി. പിന്നെ 2009 UPA സർക്കാർ അത് 50,000 വർദ്ധിപ്പിച്ചു. അതിനുശേഷം വന്ന BJP സർക്കാർ വീണ്ടും അതിനെ 1,00,000 വർദ്ധിപ്പിച്ചു. ആ 1,00,000 2025 BJP സർക്കാർ അവരുടെ രണ്ടാം ടൈമിൽ 24% വർധനയോടുകൂടി ശമ്പളം മാത്രം 1,24,000 രൂപയായിട്ട് നമ്മുടെ ലോകസഭയിലെയും രാജ്യസഭയിലെയും എം പിമാർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. ഒരു ചർച്ചയുണ്ടായില്ല, ഒരു തരത്തിലുള്ള സമരം ഉണ്ടായില്ല, ഒരു വേജസ് കമ്മീഷൻ ഉണ്ടായില്ല, ഒന്നുമില്ല. പണപ്പെരുപ്പം കാരണം നമ്മുടെ എം പിമാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത് വർദ്ധിപ്പിച്ചത് എന്നാണ് ഒരു കാരണം പറഞ്ഞത്. നമ്മൾ GST ഉൾപ്പെടുത്തിയാൽ 40 രൂപയ്ക്കും, അതല്ലെങ്കിൽ 40 രൂപയ്ക്കോ 45 രൂപയ്ക്കോ കിട്ടേണ്ട പെട്രോള് 106 രൂപയ്ക്ക് എന്നും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. GST ഉൾപ്പെടുത്തിയാൽ 30 രൂപ 32 രൂപയ്ക്ക് കിട്ടേണ്ട ഡീസൽ ഇന്നും നമ്മൾ 98 രൂപയ്ക്കാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതെല്ലാം രീതിയിൽ നമ്മളെ പിഴിയാമോ അതൊക്കെ പിഴിഞ്ഞിട്ട് അത് വർദ്ധിപ്പിച്ച സമയത്ത് ഒരാൾ ഒന്നും ഉറക്കെ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല, വേണ്ടെന്ന് പറഞ്ഞ ആരുമില്ല. ഇതൊന്നും കൂടാതെ മണ്ഡലത്തിലേക്ക് ഒരു മാസത്തെ ഇവർ അലവൻസായിട്ട് കൊടുക്കുന്നത് 75,000 എന്നുള്ളത് 87,000 അവിടെ വർദ്ധിപ്പിച്ചു. ഓഫീസ് എക്സ്പെൻസെല്ലാം അവിടെ 75,000. പിന്നെ അല്ലാതെ ഈ നമ്മുടെ ചിലവിൽ, അതായത് ഒരു വർഷം 32 പ്രാവശ്യം സൗജന്യമായിട്ട് ഫ്ലൈറ്റിൽ ഡൽഹിയോ കേരളമോ ഇന്ത്യയോ എവിടെ വേണമെങ്കിലും ഇറങ്ങാം. അങ്ങനെ പാർലമെൻറ്റിൽ ചെന്നിട്ട് സൗജന്യ യാത്ര ചെയ്ത് അവിടെ ചെന്ന് പാർലമെൻറ്റിൽ ഇരുന്നാലും ഇരുന്നില്ലേലും ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലേലും 2,500 രൂപ അവിടെ നിന്ന് ലഭിക്കും. അവിടെ കുത്തിരുന്ന് ഉറങ്ങിയാലും മിണ്ടിയില്ലേലും 5 വർഷം മിണ്ടിയില്ലേലും ഓരോ സമ്മേളനത്തിനും 2,500 രൂപ വെച്ച് കിട്ടും. പിന്നെ ഇതൊന്നും കൂടാതെ ഓഫീസ് സ്റ്റാഫിനെ കിട്ടും, 3 ലാൻഡ് ഫോൺ കിട്ടും. 3 ലാൻഡ് ഫോൺ ആകുമ്പം ഒരെണ്ണം ഡൽഹിയിൽ വെക്കാം, ഒരെണ്ണം മണ്ഡലത്തിൽ വെക്കാം, ഒരെണ്ണം വീട്ടിൽ വെക്കാം. അത് മൊത്തം ഫ്രീ, അൺലിമിറ്റഡ്. പിന്നെ 50,000 യൂണിറ്റ് കറണ്ട് പ്രതിവർഷം പൈസ കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് 2 മൊബൈൽ ഫോൺ 5 പൈസ കൊടുക്കണ്ട. ഇത് കൂടാതെ വൈഫൈ അതിന് 5 പൈസ കൊടുക്കണ്ട. കാറിൻ്റെ വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ ലോൺ നമ്മൾ കൊടുക്കും. ആ കാറിലിരിക്കുന്ന ഇന്ധനത്തിനാണ് നമ്മൾ കൊടുക്കുന്ന ഒരു മാസം 75,000 രൂപ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെ കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് ചികിത്സ ലഭിക്കും. എന്ത് അസുഖം വന്നാലും ലോകത്തെവിടെ കൊണ്ടും ചികിത്സിക്കാം. ഇത്രയൊക്കെ കിട്ടിയാൽ പോരെ ഒരാളിന് ജീവിക്കാൻ? ഈ പറഞ്ഞതിനകത്ത് ശമ്പളമില്ലാതെ ബാക്കിയൊക്കെ തന്നാൽ പോലും നമ്മൾ എത്രയോ പേര് സന്തോഷവാന്മാരായി ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. ഈ പണപ്പെരുപ്പം വരുമ്പോൾ ഇതൊക്കെ വർദ്ധിക്കുമെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാരന് വർധന കൊടുക്കണ്ടേ? പാവപ്പെട്ടവന് കൊടുക്കുന്ന ആശ്രിത പെൻഷനുകൾ വർദ്ധിപ്പിക്കണ്ടേ? കൂടാതെ ഈ പറയുന്ന നമ്മുടെ ആ നാട്ടിലുള്ള ഭൂരഹിതരായ ആൾക്കാർക്ക് വീട് വെക്കാനുള്ള പൈസ ഒന്ന് വർദ്ധിപ്പിക്കണ്ടേ? മരുന്ന് മേടിക്കാൻ കൊടുക്കുന്ന പൈസ വർദ്ധിപ്പിക്കണ്ടേ? ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്ന 50,000 1,00,000 എന്നുള്ളതൊന്ന് വർദ്ധിപ്പിക്കണ്ടേ? ഇതിനൊന്നും ഒരു വർധനയില്ല. ഈ 130-140 കോടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന 10-800 പേർക്കാണ് ഈ പറഞ്ഞ പൈസ. പിന്നെ ഇതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹമന്ത്രിമാർ, ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ, പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ളവരുടെ ശമ്പളം ഇതിൻ്റെ 3 ഇരട്ടിയാണ് വർദ്ധിക്കുന്നവർക്ക്. ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും കഴിക്കാം.
ആഹാരത്തിൽ പോലും യാതൊരു ഇതുമില്ലാതെ എന്ത് ആഹാരം പോലും കഴിക്കാം സർക്കാർ ചെലവിൽ. നമ്മൾ കണ്ടിട്ടില്ലേ 10 ലക്ഷത്തിൻ്റെ കോട്ടൊക്കെ ഇട്ടുണ്ടോ ഓരോരുത്തർ നടക്കുന്നത് രാജാവിനെ പോലെ. പണ്ടത്തെ രാജാക്കന്മാർ ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർ വല്ല മുത്തുമാലയോ വൈഡൂര്യമോ രത്നങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ സുഖസൗകര്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ പാർലമെന്റ് അംഗമാകുക, നിയമസഭാ അംഗമായാലും മതി. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് പാർലമെന്റിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ 1, 2, 3 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ PSC മെമ്പർ സ്ഥാനം കിട്ടും. അതിന് മത്സര പരീക്ഷയൊന്നുമില്ല. ആ മത്സര പരീക്ഷയൊന്നുമില്ല. പഠിച്ച് പാസ്സായി വരുന്ന കുട്ടികളെ വെറുതെ മണ്ടൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഓരോ ജില്ലയിൽ വല്ലപ്പോഴും കാണാൻ പോയാൽ മതി. അതിനും കിട്ടും സാലറി 380. പെൻഷനായ 6 വർഷം കഴിഞ്ഞാൽ പെൻഷനായിട്ട് ആയാൽ 2,50,000 കിട്ടും. ഇനി ഈ MP കിട്ടുന്ന പെൻഷനോ, അതും വളരെ വലിയ പെൻഷനാണ്. MP പെൻഷൻ 20% വർദ്ധിപ്പിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാവൽ മാലാഖമാരായി നാം കണക്കാക്കുന്ന MP-മാരിൽ ഒരാൾ പോലും എനിക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു വേണ്ട എന്ന് പറഞ്ഞില്ല എന്നുള്ള നമ്മൾ ഓർക്കേണ്ടത്. എന്താണ് ഇവരുടെ അടിസ്ഥാന യോഗ്യത? ഏതെങ്കിലും പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി നിന്ന് ഇലക്ഷന് മത്സരിക്കുക, നമ്മുടെ മുമ്പിൽ ഒന്ന് കൈകൂപ്പുക, അതിനുശേഷം നമ്മളെ കാണുമ്പോൾ കൈയാട്ടി പോവുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. പിന്നോ കൂടെ നിൽക്കുന്നവനെ എപ്പോഴൊക്കെ കൊതുകാൽ വെട്ടാവോ അതൊക്കെ വെട്ടുക. ഇന്ന് രാവിലെ തന്നെ ജയിപ്പിച്ചു വെച്ച പാർട്ടിയിൽ നിന്ന് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത പാർട്ടിയിലേക്ക് തേടിപ്പോവുക, അതിനും കോടികൾ മേടിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പണി. ഈ പണിയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രകൃതിയെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും. പ്രകൃതിയാണല്ലോ എല്ലാത്തിൻ്റെയും മൂലകാരണമായി ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ കഴിയുമെങ്കിൽ ഈ ജന്മത്തിൽ എങ്കിലും ഒരു PSC മെമ്പറോ ഒരു ലോകസഭാ മെമ്പർ ആകാൻ ഇച്ചിരി പാടാണ്. ഇലക്ഷൻ മത്സരിക്കാൻ കാശ് കൊടുക്കണം. ഇതൊന്നും ഇല്ലാതെ പറ്റുന്നൊരു പണിയുണ്ട്. രാജ്യസഭയിലേക്ക് മത്സരിക്കാം. ജനങ്ങളെ അഭിമുഖീകരിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യനെ അറിയത്തു പോലുമില്ല. ആരും ഒരു പണിയും ചോദിക്കത്തില്ല. അയാൾക്കും കൊടുത്ത സാധ്യത ഇതാണെന്ന് ഓർക്കണം. ഒരു പണിയില്ലാത്ത കുറേ ആൾക്കാർക്ക് ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യം. നമ്മൾ ഒന്നുകൂടി പറഞ്ഞാൽ ജനങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ പറഞ്ഞുകൊണ്ട്, ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യവും നമ്മുടെ രാജ്യത്തെ ഭരണക്രമങ്ങൾ ഓരോ സ്റ്റേറ്റിലെയും എന്ന് പറയാതെ വയ്യ. നന്ദി, നമസ്കാരം.